പ്രിയപ്പെട്ടവരെ, ഒരിടവേളയ്ക്ക് ശേഷം 10 സെൻറ്റും പ്രാന്തവും ഞാൻ വീണ്ടും വായിച്ചു തുടങ്ങുകയാണ്. എല്ലാവരും കേൾക്കുമെന്ന വിശ്വാസത്തോടെ. ഞാൻ അച്ചാച്ചൻ ആദ്യമായി വാക്കുപാലിച്ച ദിവസമായിരുന്നു അത്. കേശിയച്ചൻ പണിത പൂവരശൻ കട്ടിലിൽ ഞങ്ങൾ 4 പേരും അടുങ്ങിക്കിടന്നു. ചാണകത്തറയിൽ നിന്ന് ഒന്ന് മാറിക്കിടക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിൽ അച്ചാച്ചൻ ഒന്ന് നിശ്വസിച്ചു. ചേച്ചിയോട് ചേർന്ന് കിടന്ന അമ്മ എന്നെ നോക്കിക്കിടക്കണമെന്ന് ഞാൻ വാശി പിടിച്ചു. ചേച്ചിയുടെ മുഖമേർപ്പിക്കൽ കണക്കിലെടുക്കാതെ അമ്മ എന്നെ നോക്കിക്കിടന്നു. റേഡിയോ ശബ്ദം ഒഴിഞ്ഞ ആ രാത്രിയിൽ ചീവീടുകളുടെ സംഘഗാനത്തിൽ മുഴുകി ഞങ്ങൾ അങ്ങനെ കിടന്നു. പിറ്റേന്ന് കട്ടിൽ കാണാൻ വീട്ടിൽ വന്ന അയലോക്കക്കാരിൽ ചിലർ കേശിയുടെ പണിക്കുറ്റം പറയുകയും, എന്നാൽ നിനക്കൊരു നല്ല കട്ടില മണിയ അവൻ പണിതതെന്ന് പറഞ്ഞ് കേശിയോട് കൂട്ടിപ്പിടിപ്പിക്കാൻ അച്ചാച്ചൻ്റെ മറുപടി കാക്കുകയും ചെയ്തു. അച്ചാച്ചൻ ഒന്നും പറയാതെ ആ ചാരി കസേരയിൽ അങ്ങനെ ഇരുന്നപ്പോൾ വന്നവർ പതിയെ പതിയെ പിരിഞ്ഞുപോയി. ഞാനാകട്ടെ കസേരയിൽ ചാരി കിടക്കുന്ന അച്ചാച്ചൻ്റെ നെഞ്ചിലെ രോമങ്ങളുടെ എണ്ണമെടുത്തു. എന്നിട്ട് സാവധാനം ഒരു കളർ പെൻസിൽ മേടിക്കുന്ന കാര്യം അച്ചാച്ചനോട് പറഞ്ഞു വെച്ചു. പയർ കൃഷി കഴിഞ്ഞാൽ കളർ പെൻസിൽ റെഡി എന്ന അച്ചാച്ചൻ്റെ ഉറപ്പിന്മേൽ ഞാൻ അച്ചാച്ചൻ്റെ രോമക്കെട്ടിലൊന്ന് വലിച്ച് അമ്മയുടെ താക്കീത് വകവയ്ക്കാതെ തങ്കപ്പൻ അച്ഛൻ്റെ കടയിലേക്ക് ചേച്ചിക്ക് പിന്നാലെ ഓടി. ഇരുന്നും കിടന്നും ടി വി കാണാൻ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്ന തെക്കേ കോണിലെ ഏക വീട് അതായതുകൊണ്ട് തന്നെ ആ കടയിൽ പോക്ക് ടി വി കാണാനുള്ള ഒരു അവസരമാകുമെന്ന പ്രതീക്ഷയിലേക്കാണ് ഞാൻ ഓട്ടം പിടിച്ചത്. കൂടെ കൂട്ടാൻ മനസ്സില്ലാതെ അവൾ എന്നെ വാലാട്ടിപ്പട്ടി എന്ന് വിളിച്ചു. ആ ഓട്ടത്തിൽ മറിഞ്ഞു വീണ് എൻ്റെ കൈ ആദ്യമായി ഒടിയുകയും അമ്മ കണ്ണീര് വാർക്കുകയും ചെയ്തു. കൈ ശരിയാക്കി 1 മാസത്തിനകം ഞാൻ അടമാങ്ങ വിഴുങ്ങി കുടലിൽ കുരുക്കി എൻ്റെ വീരകൃത്യം തുടർന്നു. പിൽക്കാലത്ത് എൻ്റെ ചെയ്തികൾ അവർക്ക് ശീലമാവുകയും ആശുപത്രി ചിലവിന് കൂടി കടം വാങ്ങുകയും ചെയ്യേണ്ടി വന്നു.